എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഗുണമുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ആസനമാണ്, പശ്ചിമോത്താനാസനം. ആദ്യം തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് നട്ടെല്ലൊക്കെ നിവർന്ന് നല്ല റെഡി ആയിട്ട് ഇരിക്കാം. എന്നിട്ട് ഒരു ദീർഘശ്വാസമൊക്കെ എടുത്ത് വിട്ടതിന് ശേഷം ഇതുപോലെ കൈ രണ്ടും ബാക്കിലേക്ക് കൊണ്ടുപോയി ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ശ്വാസം എടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യം അതിനെക്കുറിച്ച് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൈ ഫുള്ളായിട്ട് കാലിൽ പിടിക്കാൻ പറ്റില്ല. ആദ്യം ജസ്റ്റ് തൊടാനേ പറ്റുള്ളൂ. പിന്നെ ഫിംഗേഴ്സിൽ പിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഉള്ളംകാലിലൊന്ന് ജസ്റ്റ്, അത് കഴിഞ്ഞ് പതിയെയാണ് തലയടക്കം നമ്മുടെ മുട്ടിലേക്ക്, കാൽമുട്ടിലേക്ക് എത്തി വരുള്ളൂ. ഒറ്റയടിക്ക് നമുക്ക് എല്ലാം കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നട്ടിലിന് നമുക്ക് വേദന വരും. അപ്പോൾ നമ്മൾ പതിയെ ചെയ്യണം. ഇങ്ങനെ ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ ഞാൻ ഇപ്പോൾ കാണിച്ചതുപോലെ നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആദ്യം നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് അതേപോലെ തന്നെ അവസാനിപ്പിക്കാം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മൾ ഈ ആസനം ചെയ്യുന്നത് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും നല്ലതാണ്. അതായത് നട്ടെല്ലിന്, വയറിന് ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബോഡി ഒന്ന് റിലാക്സ് ചെയ്ത് നട്ടെല്ലൊക്കെ നിവർന്നിരുന്നതിന് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് നമ്മൾ ഇതേപോലെ രണ്ട് ചെവിയോട് ചേർത്ത് കൈകൾ ബാക്കിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ശ്വാസം എടുത്തുകൊണ്ടാണ് നമ്മൾ എത്ര നേരം ഹോൾഡ് ചെയ്യാൻ വയ്ക്കുമോ അത്ര പറ്റുന്ന നേരം നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ശ്വാസം വിട്ടുകൊണ്ടാണ് ഇനി ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ശ്വാസം വിട്ടുകൊണ്ട് ചെയ്യാം. അപ്പോൾ ദേ നമ്മൾ പതിയെ ചെയ്ത് ഇതേപോലെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ കാൽമുട്ടിൽ നമ്മളുടെ തല ബെൻഡ് ചെയ്യുന്ന വിധത്തിൽ ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു ആസനത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കാല്, അതേപോലെ കൈ, നട്ടെല്ല്, തല എല്ലാം കൂടെ ഒന്നിച്ച് സ്ട്രെച്ച് ആവുന്നൊരു ആസനമാണ്. അപ്പോൾ നമ്മൾ അതേപോലെ വീണ്ടും നമ്മൾ പഴയ മോഡലിലേക്ക് വരുമ്പോൾ ശ്വാസം എടുത്തുകൊണ്ട് വേണം തല ഉയർത്തി പോവാൻ. എന്നിട്ട് ശ്വാസം എത്ര നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം ഹോൾഡ് ചെയ്തതിന് ശേഷം കൈ പഴയ പോലെ തന്നെ തുടങ്ങിയോടത്ത് തന്നെ അവസാനിപ്പിക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഹാർട്ടിനും ഈ സ്പൈനൽ കോഡിനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവർ ചെയ്യാതിരിക്കുക. അപ്പോൾ അത് ഓരോരുത്തർ ചെയ്യുമ്പോൾ തന്നെ അറിയാമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ അതിനനുസരിച്ച് പെയിനൊക്കെ ഉള്ളവർ ചെയ്യാതിരിക്കുക. അപ്പം ഇത് നമ്മളുടെ ദഹന സംബന്ധമായ അസുഖങ്ങൾക്ക്, വയറുവേദന, അതേപോലെ തലവേദന, പിന്നെ ക്ഷീണം, തളർച്ച, ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു വ്യായാമമാണ്, ആസനമാണ് കേട്ടോ. ഈ കിടക്കുന്ന നേരം മുഴുവൻ നമ്മൾ റിലാക്സ് ആയിട്ടാണ് തല കാൽമുട്ടിൽ മുട്ടിച്ച് കിടക്കുന്നത്. അതിന് ശേഷം നമ്മൾ കൈ പൊന്തിക്കുമ്പോൾ വീണ്ടും ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് എത്ര നേരം വയ്ക്കാൻ പറ്റുമോ അതിന് ശേഷം നമ്മൾ വീണ്ടും പഴയ സ്റ്റാൻഡിലേക്ക് തന്നെ സ്ലോവിലി റിലാക്സബിളായിട്ട് കൈ കൊണ്ടുവരിക. അതായത് ശ്വാസം വിട്ടുകൊണ്ട് കൈ വയ്ക്കാം. അപ്പോൾ ഇത് നമ്മളുടെ തലവേദനയ്ക്കും അതേപോലെ ദഹന സംബന്ധമായ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. നമ്മളുടെ ശരീരം മൊത്തമായിട്ട്, അതായത് ബാക്ക്, തല, ഉള്ളംകൈ, ഉള്ളംകാല് എല്ലാം കൂടെ ഒന്നിച്ച് സ്ട്രെച്ച് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചില ആംഗിളിലൊക്കെ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ നമുക്ക് ഇവിടെ പിടിച്ചു ഇടുപ്പിൽ വേദന അല്ലെങ്കിൽ അവിടെ ബുദ്ധിമുട്ടായി എന്നൊക്കെ പറയില്ല, ആ വേദനയൊക്കെ മാറിക്കിട്ടും. അതായത് ഫുള്ളായിട്ട് ബോഡി സ്ട്രെച്ച് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ കൊളുത്തി പിടിക്കും കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ പതിയെ അതായത് കൈ അത്ര മുട്ടില്ല, നമ്മളുടെ കാലിലേക്ക് മുട്ടില്ല. പക്ഷെ പതിയെ ചെയ്ത് വരുമ്പോൾ ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ ആദ്യം തൊടാൻ പറ്റില്ല, പിന്നെ തൊടാം, ജസ്റ്റ് ഫിംഗേഴ്സിൽ തൊടാം. അത് കഴിഞ്ഞ് പതിയെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും പിടിക്കാൻ പറ്റും കേട്ടോ. ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വയറിൽ കൊളുത്തി പിടിക്കുകയും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്ക് തല കാൽമുട്ടിൽ മുട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പുറമൊക്കെ വേദനിക്കും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് ഓരോ ദിവസം ചെയ്ത് വരുമ്പോൾ ശരിയാവും.
അപ്പോൾ ആദ്യം നമുക്ക് കാൽമുട്ടിൽ മുട്ടും. അത് കഴിഞ്ഞാൽ ഈ ഫ്രണ്ടിലേക്ക് കൈ എത്രത്തോണ്ട് വരുന്നു അതേപോലെ തന്നെ നമ്മളുടെ കൈയും തലയും ഫ്രണ്ടിലേക്ക് നീങ്ങി വരും. ഇപ്പം എൻ്റെ കാൽമുട്ടിലല്ല കേട്ടോ തല നിൽക്കുന്നത്, കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടുണ്ട്. കുറച്ച് സ്പേസേ ഉള്ളൂ കാൽപാദത്തിലേക്ക്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് വന്നതാണ്. അപ്പോൾ നമ്മളുടെ ഉള്ളം കൈ ഇങ്ങനെ പിടിക്കാൻ മാത്രമല്ല, കണ്ട കൈ കോർത്ത് പിടിക്കാൻ പറ്റും നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഓരോ ദിവസം ചെയ്യുന്നതിൻ്റെ വ്യത്യാസം. അപ്പം നമുക്ക് എല്ലാം ഈസി ആയിട്ട് വളരെ സുഗമമായിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മളുടെ കരളിനും അതേപോലെ വൃക്കയുടെ പ്രവർത്തനമൊക്കെ ത്വരിതപ്പെടുത്താനൊക്കെ നല്ലൊരു ആസനമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാവിലെ 7 മണിക്ക് മുമ്പും വൈകിട്ട് 7 മണിക്ക് മുമ്പുമായിട്ടാണ് എപ്പോഴും നമ്മൾ ആസനങ്ങൾ ചെയ്യേണ്ടത്. അതാണ് നമ്മളുടെ ബോഡിക്ക് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഭക്ഷണത്തിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ചെയ്യേണ്ടത്. ചില ആസനങ്ങൾ അതേപോലെ അതായത് ഈ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുന്ന ആസനങ്ങൾ നമുക്ക് രാവിലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് വൈകിട്ടത്തേക്ക് വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.